കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വീണ്ടും തിരഞ്ഞെടുപ്പ് അംഗത്തിന് ഒരുങ്ങുകയാണ്. നിലവിൽ കനകപുര മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയ അദ്ദേഹം ചന്നപട്ന മണ്ഡലത്തിൽ നടക്കാനിരിക്കുന്ന ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് വിവരം. ഇത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ച. വൊക്കലിംഗ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ജില്ലയാണ് രാമനഗര. ഇവിടെയാണ് ചന്നപട്ന നിയമസഭാ മണ്ഡലം. ഈ ജില്ലയിലെ രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ളത് HD കുമാരസ്വാമിക്കും കുടുംബത്തിനുമാണ്. വൊക്കലിംഗ വിഭാഗത്തിൽ നിന്നുള്ള പ്രധാന നേതാവാണ് കുമാരസ്വാമി. അതേ സമുദായ അംഗമാണ് DK ശിവകുമാറും. ചന്നപട്ന മണ്ഡലത്തിലെ ക്ഷേത്രങ്ങളിൽ ദർശനം തുടങ്ങിയിരിക്കുകയാണ് അദ്ദേഹം. ചന്നപട്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയിരുന്നു HD കുമാരസ്വാമി. ഇദ്ദേഹം മാണ്ഡ്യ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിക്കുകയും കേന്ദ്രമന്ത്രിയാകുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ചന്നപട്ന നിയമസഭാ മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പ് വരുന്നത്. കോൺഗ്രസ് ഈ മണ്ഡലം പിടിക്കാനുള്ള പദ്ധതിയിടുന്നതിന്റെ ഭാഗം കൂടിയാണ് DKയുടെ ഈ കടന്നുവരവ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂർ റൂറൽ മണ്ഡലത്തിൽ DK ശിവകുമാറിന്റെ സഹോദരൻ DK സുരേഷ് മത്സരിച്ചിരുന്നു. BJPയുടെ CN മഞ്ജുനാഥിനോട് അദ്ദേഹം തോൽക്കുകയും ചെയ്തു. ചന്നപട്നയിലെ ഉപതിരഞ്ഞെടുപ്പിൽ DK സുരേഷ് മത്സരിക്കുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വാർത്തകൾ. ഇതിനിടെയാണ് DK ശിവകുമാറിന്റെ വരവ്. DK സുരേഷിനെ പരാജയപ്പെടുത്തിയത് കുമാരസ്വാമിയുടെ തന്ത്രങ്ങളാണെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മണ്ഡലം എന്തു വില കൊടുത്തും പിടിക്കണമെന്ന് DK ശിവകുമാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് പ്രതിനിധികളെ നിശ്ചയിക്കുന്നതിന് പകരം നേരിട്ട് DK ശിവകുമാർ കളത്തിലിറങ്ങാൻ കാരണമെന്നാണ് കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. BJPയും JDSഉം നിലവിൽ സഖ്യകക്ഷികളാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഈ സഖ്യമാണ് ജനവിധി തേടിയത്. വരും തിരഞ്ഞെടുപ്പുകളിലും സഖ്യം തുടരുമെന്ന് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ചന്നപട്നയിൽ ഇവരുടെ സ്ഥാനാർത്ഥിയായി കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമി, MLC CP യോഗേശ്വര എന്നിവരുടെ പേരാണ് ചർച്ചയിലുള്ളത്. കുമാരസ്വാമിയുടെ പ്രതിനിധിയെ പരാജയപ്പെടുത്തി രാമനഗര ജില്ലയിലെ സ്വാധീനം ശക്തിപ്പെടുത്തണമെന്നാണ് DK സഹോദരന്മാരുടെ തീരുമാനം. 2018ലും 2023ലും ചന്നപട്നയിൽ നിന്ന് വിജയിച്ചത് കുമാരസ്വാമിയാണ്. അതിനു മുൻപ് യോഗേശ്വരിയും. ചന്നപട്ന മണ്ഡലത്തിലെ ക്ഷേത്രങ്ങളിൽ ദർശനം തുടരുകയാണ് DK ശിവകുമാർ. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശമുണ്ടോ എന്ന ചോദ്യത്തിന് വോട്ടർമാരുടെ പ്രതികരണം മനസ്സിലാക്കിയ ശേഷം അടുത്ത ചുവട് വെക്കുമെന്നാണ് DK പ്രതികരിച്ചത്. ചന്നപട്നയിൽ DK ശിവകുമാർ ജയിച്ചാൽ കനകപുരയിൽ DK സുരേഷിനെ മത്സരിപ്പിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും കോൺഗ്രസിന്റെ ആത്മവിശ്വാസം ഉയർത്തുന്ന കർണാടകയിലെ ഓരോ തിരഞ്ഞെടുപ്പും പോലെ ഈ തിരഞ്ഞെടുപ്പും DKക്കും കൂട്ടർക്കും വാനോളം പ്രതീക്ഷ നൽകുന്നുണ്ട്.